കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന LDF ജാഥയ്ക്ക് 9, 10 തീയതികളിൽ ജില്ലയിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9-ാം തീയതി ജില്ലാ അതിർത്തിയായ 35-ാം മൈലിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ജാഥ വരവേൽക്കും. തുടർന്ന് വണ്ടിപ്പെരിയാറിൽ ആദ്യ സ്വീകരണം നൽകും. 35-ാം മൈലിൽ ഉച്ചകഴിഞ്ഞ് 3 മണിക്കാണ് ജാഥയെ വരവേൽക്കുക. തുടർന്ന് വണ്ടിപ്പെരിയാറിൽ ആദ്യ സ്വീകരണം നൽകും. വൈകിട്ട് 5-ന് നെടുങ്കണ്ടത്തെ സ്വീകരണത്തോടെ ആദ്യ ദിവസത്തെ പര്യടനം അവസാനിക്കും. 10-ന് രാവിലെ 8:30-ന് അടിമാലിയിൽ സൗഹൃദ സദസ്സ് ചേരും. തുടർന്ന് 10-ന് അടിമാലി, പകൽ 2-ന് ചെറുതോണി, വൈകിട്ട് 4-ന് തൊടുപുഴ എന്നിവിടങ്ങളിലും ജാഥാ പര്യടനം നടത്തും. ക്യാപ്റ്റനൊപ്പം KK ശൈലജ, MLA PK ബിജു, PP സുനീർ MP, സാബു ജോർജ്, സുഭാഷ് പുഞ്ചക്കോട്ടിൽ, ഡോക്ടർ വർഗീസ് ജോർജ്, മാത്യു കോലഞ്ചേരി, KG പ്രേംജിത്ത്, ഫ്രാൻസിസ് തോമസ്, MA ലത്തീഫ്, ബിനോയ് ജോസഫ് എന്നിവരാണ് ജാഥാംഗങ്ങൾ. സുപ്രീം കോടതി ശരിവെച്ചതുമായ മുഴുവൻ ഭൂപ്രദേശത്തിനും പട്ടയം കൊടുക്കാൻ വേണ്ടി ഇന്നലെ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. ആ തീരുമാനം ഉത്തരമായി ജില്ലാ കളക്ടർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കിട്ടാൻ പോകുന്നൊരു ഗുണം എന്ന് പറയുന്നത് CHRുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കട്ടപ്പന ഉൾപ്പെടെയുള്ള പഴയ ഉടുമ്പൻചോല താലൂക്ക് CHRുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഏലം എന്ന് രേഖപ്പെടുത്തിയിരുന്ന 1999 ഹെക്ടർ സ്ഥലത്തിന് പട്ടയം കൊടുക്കാൻ കഴിയും. സംഘടിത വ്യാജ വാർത്തകളെയും നുണപ്രചരണങ്ങളെയും തുറന്നുകാട്ടി വികസനക്ഷേമങ്ങളുടെ പാതയിലൂടെ നാട് മുന്നേറുന്ന വസ്തുത പൊതുസമൂഹത്തിൽ എത്തിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യം. മലയോര ഹൈവേ, വിനോദസഞ്ചാര മേഖല, ആദിവാസി മേഖല, സർക്കാർ ഓഫീസുകൾക്ക് കെട്ടിടങ്ങൾ, സ്റ്റേഡിയങ്ങൾ, സാംസ്കാരിക സമുച്ചയങ്ങൾ തുടങ്ങി എണ്ണമറ്റ പ്രവർത്തനങ്ങളാണ് പൂർത്തീകരിച്ചത്. വനം സംയുക്തമായ പരിശോധന നടത്തുന്നുണ്ട്. ഏതാനും ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു സാങ്കേതികമായ തടസ്സമുണ്ട്. അത് ശാശ്വതമായ പരിഹാരമുണ്ട്. അതിന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ വിന്യസിപ്പിക്കുന്ന കാര്യം ഞങ്ങൾ റവന്യൂ മന്ത്രിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ നിന്ന് കൂടുതൽ ആളുകളെ ഈ ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായൊരു നിലപാട് സ്വീകരിക്കും. മാത്രമല്ല, നമ്മുടെ ജില്ലയിലെ പല പ്രദേശങ്ങളും സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ അതെല്ലാം നേരിട്ട് പഠിക്കുന്നതിന് വേണ്ടി, പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു അഡീഷണൽ സെക്രട്ടറി തന്നെ അതിനുവേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു ടീമിനെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള പ്രശ്നത്തിന് പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി. വാർത്താസമ്മേളനത്തിൽ K സലീംകുമാർ, CV വർഗീസ്, ജോസ് പാലത്തിനാൽ, PS രാജൻ, അനിൽ കൂവപ്ലാക്കൽ, VR ശശി, VR സജി, മാത്യു ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.